നമസ്കാരം. സഹകാരി റേസ് പ്ലസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കറണ്ട് അഫയേഴ്സിൽ കേരള സാഹിത്യ അവാർഡുകളെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരം 2022. അതിൻ്റെ ഫെലോഷിപ്പ് എന്ന് പറയുന്നത് 5000 രൂപയാണ്. എത്രയാണ് അതിൻ്റെ ഫെലോഷിപ്പ് എന്ന് പറയുന്നത്? 5000 രൂപയാണ്. കിട്ടിയത് ആർക്കൊക്കെയാണ്? ഗോപിനാഥ് കോഴിക്കോട്, PS വിദ്യാധരൻ മാസ്റ്റർ, കലാമണ്ഡലം ഉണ്ണികൃഷ്ണൻ. ഓക്കെ, അപ്പോൾ കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരം ഫെലോഷിപ്പ് ഇതിനു മുമ്പ് ചോദിച്ചതായിട്ട് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു 3 പേരും നമ്മൾ പഠിച്ചു വയ്ക്കുക. ആർക്കാണ് സംഗീതവും നാടകമൊക്കെ നന്നായിട്ട്? ഗോപിനാഥന് നന്നായിട്ട് സംഗീതവും നാടകം അറിയാമെന്ന് ആലോചിക്കുക. വിദ്യാധരൻ മാസ്റ്റർ, കലാമണ്ഡലം ഉണ്ണികൃഷ്ണൻ. ഓക്കെ, ഗോപിനാഥ് കോഴിക്കോട്, PS വിദ്യാധരൻ മാസ്റ്റർ, കലാമണ്ഡലം ഉണ്ണികൃഷ്ണൻ. ആർക്കൊക്കെയാണ് കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരം ലഭിച്ചത്? ഗോപിനാഥ് കോഴിക്കോടിന്, PS വിദ്യാധരൻ മാസ്റ്റർ, കലാമണ്ഡലം ഉണ്ണികൃഷ്ണൻ. കലാമണ്ഡലം ഉണ്ണികൃഷ്ണൻ. ഇനി വയോസേവ പുരസ്കാരം. ഓക്കെ, വയോസേവന പുരസ്കാരം 2023 ആജീവനാന്ത സംഭാവന ലഭിച്ചത് നമ്മുടെ സിനിമാ നടൻ മധുവിനാണ്. ഓക്കെ, ഇപ്പോൾ ഏകദേശം 90 വയസ്സോളം ആയിട്ടുണ്ട് അല്ലേ ആൾക്ക്. അപ്പോൾ നമ്മുടെ വയോസേവന പുരസ്കാരം 2023 ലഭിച്ചത് ആർക്കാണ്? നമ്മുടെ മധു, സിനിമാ നടൻ മധുവിനാണ്. ഇനി ചെറുവയൽ രാമൻ. ആരാണ് രണ്ടാമത് ലഭിച്ചത്? നമ്മുടെ വയനാട്ടിലെ കർഷകനായ ചെറുവയൽ രാമനാണ് വയോസേവന പുരസ്കാരം 2023 ലഭിച്ചത്. സമ്മാന തുക എന്നാണ് എത്രയാണ്? 1,00,000 രൂപ. ഒക്ടോബർ 1 വയോജന ദിനത്തിനാണിത് നൽകുന്നത്. ഓക്കെ, എന്നാണ്? ഒക്ടോബർ 1 വയോജന ദിനത്തിൻ്റെ അന്നാണ് വയോസേവന പുരസ്കാരം നൽകുന്നത്. അപ്പോൾ ആജീവനാന്ത പുരസ്കാരം, വയോസേവന പുരസ്കാരം 2023 ആജീവനാന്ത സംഭാവന നൽകിയത് ആർക്കൊക്കെയാണ്? മധുവിനും ചെറുവയൽ രാമൻ. മധു ആരാണ്? സിനിമാ നടനാണ്. ചെറുവയൽ രാമനോ? ചെറുവയൽ രാമൻ എന്ന് പറയുന്നത് നമ്മുടെ വയനാടുള്ള കർഷകനാണ്. പത്മശ്രീയൊക്കെ ലഭിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ സമ്മാന തുക എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1,00,000 രൂപ. ഒക്ടോബർ 1 വയോജന ദിനത്തിനാണ് വയോസേവന പുരസ്കാരം നൽകുന്നത്. അടുത്തത് വയലാർ അവാർഡാണ്. 47ാമത്തെ, അതായത് 2023 47ാമത്തെ പുരസ്കാരം എന്ന് ചോദിക്കാറുണ്ട്, 2023 പുരസ്കാരം എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ എങ്ങനെ ചോദിച്ചാലും നമുക്ക് എഴുതാൻ സാധിക്കണം. 47ാമത്തെ 2023 പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ശ്രീകുമാരൻ തമ്പി. ആർക്കാണ്? ശ്രീകുമാരൻ തമ്പി. എത്രയാണ് വയലാർ അവാർഡിൻ്റെ തുക? 1,00,000 രൂപ. എത്രയാണ് തുക? 1,00,000 രൂപയാണ്. 2022 ലഭിച്ചത് S ഹരീഷിനാണ്. 2021 ബെന്യാമിൻ. 2020 ആണെങ്കിലോ അത് ഏഴാച്ചേരി രാമചന്ദ്രൻ. ആർക്കാണ്? ഏഴാച്ചേരി രാമചന്ദ്രൻ. അപ്പോൾ ഇത് ഈ ഒരു 2020 തൊട്ട് 2023 വരെയുള്ള അവാർഡ്സ് ഞാൻ പറഞ്ഞു അല്ലേ. അപ്പോൾ എന്തിനാ ഇത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ ഇയറിലുള്ളതും ചോദിക്കാറുണ്ട്. 4 വർഷത്തെയും കറണ്ട് അഫയേഴ്സ് എന്നുള്ള പേരിൽ ചോദിക്കാറുണ്ട്. അപ്പോൾ പഠിക്കാൻ നമുക്കൊരു എളുപ്പമാർഗത്തിൽ പഠിക്കാം. എങ്ങനെയാണ്? ഒരു കോഡ്. ലളിത ആദ്യമായിട്ട് നമ്മുടെ വയലാർ അവാർഡ് ലഭിച്ചത് 1977 ലളിതാംബിക അന്തർജനത്തിനാണ്. അപ്പോൾ ലളിത വയലിൽ നിന്നും 1977 ആദ്യം ലഭിച്ചത് ആർക്കാണ്? ലളിത. ലളിത വയലിൽ നിന്ന് 7 മീൻ ഹരീഷിനും തമ്പിക്കും നൽകി. എന്താണ് കോഡെന്ന് ഓർത്തു വെച്ചേ? ലളിത വയലിൽ നിന്ന് 7 മീൻ ഹരീഷിനും തമ്പിക്കും നൽകി. ഓക്കെ, ലളിതാംബിക അന്തർജനം ആദ്യത്തെ വയലാർ അവാർഡ്. വയലാർ അവാർഡ് ആദ്യം ലഭിച്ചത് ആർക്കാണ്? ലളിതാംബിക അന്തർജനം. 7 മീൻ, ഏഴാച്ചേരി രാമചന്ദ്രൻ. 2020 ആർക്കാണ് ലഭിച്ചത്? ഏഴാച്ചേരി രാമചന്ദ്രൻ. മീൻ ബെന്യാമിൻ 2021. 2020 ഏഴാച്ചേരി രാമചന്ദ്രൻ, 2021 മീൻ ബെന്യാമിൻ. ഹരീഷിനും തമ്പിക്കും നൽകി. ഹരീഷ് ആരാണ്? 2022 S ഹരീഷിനാണ് വയലാർ അവാർഡ് ലഭിച്ചത്. തമ്പി ശ്രീകുമാരൻ തമ്പിക്ക് 2023.
ഓക്കെ, എല്ലാവർക്കും കോഡ് മനസ്സിലായോ? ലളിത വയലിൽ നിന്നും 7 മീൻ ഹരീഷിനും തമ്പിക്കും നൽകി. ലളിത വയലിൽ നിന്നും, വയൽ എന്ന് പറഞ്ഞാൽ വയലാട് അവാർഡാണെന്ന് ഓർക്കാനാണ് ആ ഒരു കോഡ് പറഞ്ഞത്. ലളിത എന്ന് പറയുന്നത് ലളിതാംബിക അന്തർജനം ആദ്യത്തെ അവാർഡ് ലഭിച്ച ആള്. 7 മീൻ എന്ന് പറയുന്നത് 7 ഏഴാച്ചേരി രാമചന്ദ്രൻ 2020. 2021 മീൻ ബെന്യാമിൻ, ഓക്കെ, ഹരീഷ് 2022, തമ്പി ശ്രീകുമാരൻ തമ്പി 2023. അപ്പോൾ നമുക്ക് വയലാർ അവാർഡ് ഒന്നുകൂടെ നോക്കാം. 47ാമത്തെ 2023 പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ശ്രീകുമാരൻ തമ്പിക്കാണ്. തുക 1,00,000 രൂപയാണ്. 2022 ലഭിച്ചത് എസ് ഹരീഷിനാണ്. 2021 ബെന്യാമിൻ. 2020 ഏഴാച്ചേരി രാമചന്ദ്രൻ. അപ്പോൾ കോടോർത്തെ ലളിത വയലിൽ നിന്ന് 7 മീൻ ഹരീഷിനും തമ്പിക്കും നൽകി. 1977 ആദ്യമായി അവാർഡ് ലഭിച്ചത്, വയലാർ അവാർഡ് ലഭിച്ചത് ലളിതാംബിക അന്തർജനം. 7 എന്നുള്ളത് ഏഴാച്ചേരി രാമചന്ദ്രൻ 2020, മീൻ എന്നത് ബെന്യാമിൻ 2021, ഹരീഷ് 2022, തമ്പി ശ്രീകുമാരൻ തമ്പി 2023. അടുത്തത് എഴുത്തച്ഛൻ പുരസ്കാരം. ഇതും ഒരു കഴിഞ്ഞ 4 വർഷങ്ങളായിട്ടുള്ളത് പഠിച്ചു വെച്ചിരിക്കുന്നത് നല്ലതാണ്, ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പം 2023 ഡോക്ടർ SK വസന്തനാണ് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. 2023 ആർക്കാണ് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്? ഡോക്ടർ SK വസന്തൻ. 2022 ആർക്കാണ് ലഭിച്ചത്? അത് സേതുവിനാണ്. 2022 ആർക്ക് ലഭിച്ചു? സേതു. ഇനി 2021 അത് പി വത്സല. ആർക്കാണ് 2021 ലഭിച്ചത്? അത് പി വത്സല. 2020 പോൾ സക്കറിയ. ഓക്കെ, പോൾ സക്കറിയ. ആദ്യത്തെ ജേതാവ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശൂരനാട് കുഞ്ഞൻ പിള്ളയാണ്. ആദ്യത്തെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ആരാണ്? അത് ശൂരനാട് കുഞ്ഞൻ പിള്ളയാണ്. 1993 അദ്ദേഹത്തിന് ഈ പുരസ്കാരം ലഭിക്കുന്നത്. സമ്മാന തുക എത്രയാണ്? 5 ലക്ഷം രൂപ. സമ്മാന തുക എത്രയാണ്? 5 ലക്ഷം രൂപയാണ്. അപ്പോൾ എഴുത്തച്ഛൻ പുരസ്കാരം 2023 നേടിയതാരാണ്? ഡോക്ടർ SK വസന്തനാണ്. 2022 സേതു. 2021 ആരാണ്? പി വത്സല. 2020 പോൾ സക്കറിയ. എന്നാൽ ആദ്യത്തെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ആരാണ്? അത് ശൂരനാട് കുഞ്ഞൻ പിള്ളയാണ്. 1993. സമ്മാനത്തുകയോ 5 ലക്ഷം രൂപ. ഇതിൻ്റെ കോഡ് നമുക്കറിയാം. ഇത്രയും പഠിക്കി വെച്ച് വെക്കുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് ഇതാവും. അതേസമയം ഒരു കോഡ് വെച്ച് പഠിച്ചാൽ നമുക്ക് പെട്ടെന്ന് അവിടെ ആ ഒരു എക്സാം ഹാളിൽ ചെല്ലുമ്പോൾ ഓർത്തിരിക്കാൻ പറ്റും. ഓക്കെ, കോഡ് എന്താണ്? ശൂരനായ അച്ഛൻ കറി വെച്ച് വാത്സല്യത്തോടെ സേതുവിന് വസന്തത്തിൽ നൽകി. ആരാണ് നൽകിയത്? ശൂരനായ അച്ഛൻ കറി വെച്ച് വാത്സല്യത്തോടെ സേതുവിന് വസന്തത്തിൽ നൽകി. ഓക്കെ, ശൂരനാട് കുഞ്ഞൻപിള്ള നമ്മൾ പറഞ്ഞു അല്ലേ? 1993 ആദ്യത്തെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? നമ്മുടെ ശൂരനാട് കുഞ്ഞൻപിള്ള. കറി വെച്ച് ആരാണ്? കറി സക്കറിയ അല്ലേ? 2020 സക്കറിയ. വാത്സല്യത്തോടെ ആരാണ്? പി വത്സല. 2021 പി വത്സല. സേതുവിന് 2022 സേതു. 2022 ആരാണ്? സേതു. വസന്തത്തിൽ നൽകി. ആരാണ്? ഡോക്ടർ SK വസന്തൻ. ഓക്കെ, ഡോക്ടർ SK വസന്തനാണ് 2023 ലഭിച്ചത്. അപ്പോൾ ഒന്നുകൂടെ പറയാം. എഴുത്തച്ഛൻ പുരസ്കാരം 2023 ഡോക്ടർ SK വസന്തനാണ്. 2022 സേതു. 2021 പി വത്സല. 2020 പോൾ സക്കറിയ. ആദ്യത്തെ ജേതാവ് ആരാണ്? അത് ശൂരനാട് കുഞ്ഞൻപിള്ളയാണ്. 1993 എഴുത്തച്ഛൻ പുരസ്കാരം നൽകി തുടങ്ങിയത്. സമ്മാന തുക എത്രയാണ്? 5 ലക്ഷം രൂപ. ഇത് ഓർക്കാൻ വേണ്ടി നമ്മളൊരു കോഡ് പറഞ്ഞു അല്ലേ? ശൂരനായ അച്ഛൻ കറി വെച്ച് വാത്സല്യത്തോടെ സേതുവിന് വസന്തത്തിൽ നൽകി. ശൂരനായ ആരാണ്? ശൂരനാട് കുഞ്ഞൻപിള്ള. 1993 ആദ്യത്തെ
എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചു. കറി വെച്ച് ആരാണ്? കറി സക്കറിയ 2020. വാത്സല്യത്തോടെ 2021 നമ്മുടെ വത്സല ആരാണ്? പി വത്സല. സേതുവിന് 2022 ആരാണ്? നമ്മുടെ ഡോക്ടർ SK വസന്തനാണ് 2023. സേതുവിന് വസന്തത്തിൽ നൽകി. ശൂരനായ അച്ഛൻ കറി വെച്ച് വാത്സല്യത്തോടെ സേതുവിന് വസന്തത്തിൽ നൽകി. അടുത്തത് വള്ളത്തോൾ പുരസ്കാരം. ഓക്കെ, വള്ളത്തോൾ പുരസ്കാരം 1991 വള്ളത്തോൾ പുരസ്കാരം നൽകി തുടങ്ങിയത്. ആർക്കാണ് ആദ്യമായിട്ട് വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചത്? പാലാ നാരായണൻ നായർ. ആരാണ്? പാലാ നാരായണൻ നായർക്കാണ് ആദ്യത്തെ വള്ളത്തോൾ പുരസ്കാരം. സ്ഥിരമായിട്ട് ഈ എഴുത്തച്ഛൻ പുരസ്കാരം, വയലാറ്, വള്ളത്തോളൊക്കെ സ്ഥിരം ചോദിക്കുന്നതാണ്. പഠിച്ചിരിക്കണം, നന്നായി പഠിച്ചിരിക്കണം. 2018 ലഭിച്ചത് M മുകുന്ദനാണ്. ഓക്കെ, 2018 ലഭിച്ചത് ആർക്കാണ്? M മുകുന്ദൻ. 2019 പോൾ സക്കറിയ. ഓക്കെ, അതിനുശേഷം ഇതുവരെ നൽകിയിട്ടില്ല. അപ്പോൾ ഇത്രയാണുള്ളത്. 1991 ആർക്ക് ലഭിച്ചു? പാലാ നാരായണൻ നായർ. 2018 മുകുന്ദൻ. ഓക്കെ, പാലായിൽ നിന്ന് വള്ളത്തിൽ മുകുന്ദനും സക്കറിയും കയറിയെന്ന് ഓർത്താൽ മതി കേട്ടെ, അല്ലെങ്കിൽ മുകുന്ദൻ കറിയുമായിട്ട് കയറിയെന്നോ ഒക്കെ ഓർത്തിരുന്നാൽ മതി. ഓക്കെ, അപ്പോൾ 1991 പാലാ നാരായണൻ നായർ, 2018 M മുകുന്ദൻ, 2019 ആരാണ്? പോൾ സക്കറിയ. അപ്പോൾ വള്ളത്തോൾ പുരസ്കാരം ഒന്നുകൂടെ നോക്കാം. വള്ളത്തോൾ പുരസ്കാരം ആദ്യം നൽകി തുടങ്ങിയ വർഷം 1991. പാലാ നാരായണൻ നായർക്കാണ്. ഓക്കെ, പാലയിൽ നിന്നാണ് നമ്മൾ വെള്ളത്തിൽ കയറുന്നതെന്ന് ഓർക്കുക അല്ലേ? അപ്പോൾ പാലാ നാരായണൻ നായർ. 2018 M മുകുന്ദൻ, 2019 പോൾ സക്കറിയ. അടുത്തത് ഓടക്കുഴൽ പുരസ്കാരം 53, അതായത് 53 2023 അങ്ങനെ ഓർത്തു വയ്ക്കാം. 53 അല്ലെങ്കിൽ 2023 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? PN ഗോപാലകൃഷ്ണൻ. ആരാണ്? PN ഗോപാലകൃഷ്ണൻ. ഓടക്കുഴൽ ആർക്കാണ്? ഗോപാലകൃഷ്ണൻ. കൃഷ്ണനല്ലേ ഉണ്ടാവുക അല്ലേ? അപ്പോൾ ഗോപാലകൃഷ്ണനാണ് 53 2023 കൃഷ്ണന് തന്നെയാണ് ഓടക്കുഴൽ ലഭിച്ചതെന്ന് ഓർത്ത് വെക്കുക, ഗോപാലകൃഷ്ണന്. ഓക്കെ, അപ്പോൾ PN ഗോപാലകൃഷ്ണനാണ് 53 2023 പുരസ്കാരം ലഭിച്ചത്. ഓക്കെ, പുരസ്കാരം ഏത് കൃതിക്കാണ് ലഭിച്ചത്? കവിത മാംസഭോജിയാണ്, ഭേദിയല്ല. കവിത മാംസഭോജിയാണ്. ഓക്കെ, അപ്പോൾ എന്താണ് 53 2023 പുരസ്കാരം ലഭിച്ചത്? PN ഗോപാലകൃഷ്ണനാണ്. ഓക്കെ, ഓടക്കുഴൽ പുരസ്കാരം 2023 ലഭിച്ചത് ആർക്കാണ്? PN ഗോപാലകൃഷ്ണൻ. ഏതാണ് കൃതി? കവിത മാംസഭോജിയാണ്. ഓക്കെ, എന്താണ്? കവിത മാംസഭോജിയാണ്. ഇനി 52 2022 പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? അംബികാസുധൻ മങ്ങാട്. ആർക്കാണ്? അംബികാസുധൻ മങ്ങാട്. പ്രാണവായു എന്ന ആ ഒരു നോവലിനാണ്. ഓക്കെ, പ്രാണവായു എവിടുത്തെയാണ്? നമ്മുടെ കാസർഗോഡിലെ എൻഡോസൾഫാൻ്റെ വിഷവാതകമൊക്കെ പരക്കുകയൊക്കെ ഉണ്ടായില്ലേ? അപ്പോൾ ആ എൻഡോസൾഫാൻ്റെ ഭാഗമായിട്ട് ആൾക്കാർ ഇപ്പോഴും ഒരുപാട് അസുഖങ്ങളുമായിട്ട് ജീവിക്കുന്നവരുണ്ട്. അപ്പോൾ അതിനാണ് പ്രാണവായു. എല്ലാ മനുഷ്യർക്കും ജീവിക്കാൻ അത്യാവശ്യമായിട്ടുള്ളത് എന്താണ് അല്ലേ? പ്രാണവായു ആണ് അല്ലേ? അംബികാസുധൻ മങ്ങാട് ആ ഒരു എൻഡോസൾഫാൻ റിലേറ്റഡുമായിട്ടുള്ള ഇൻസിഡൻസ് വെച്ച് എഴുതിയ ബുക്കാണ് പ്രാണവായു. 52 2022 പുരസ്കാരം ലഭിച്ചതാർക്കാണ്? അംബികാസുധൻ മങ്ങാട്, പ്രാണവായു. 51 2021 ലഭിച്ചത് സാറാ ജോസഫ് ആണ്. ബുദ്ധിനി എന്ന ആ ഒരു നോവലിന് സാറാ ജോസഫിനാണ് 51 ഓടക്കുഴൽ പുരസ്കാരം ലഭിക്കുന്നത്. അപ്പോൾ ഓടക്കുഴൽ പുരസ്കാരം ഒന്നുകൂടെ പറയാം. 53 അല്ലെങ്കിൽ 2023 പുരസ്കാരം ലഭിച്ചത് PN ഗോപാലകൃഷ്ണനാണ്. ഏത് കൃതിക്കാണ്? കവിത മാംസഭോജിയാണ്. ഇനി 52 2022 പുരസ്കാരം ലഭിച്ചതോ അത് അംബികാസുധൻ മങ്ങാട്, പ്രാണവായുവിനാണ്. ഇനി 51 2021 പുരസ്കാരം ലഭിച്ചത് സാറാ ജോസഫ്, ബുദ്ധിനി എന്ന ആ ഒരു കൃതിക്കാണ്. അടുത്തത് ONV സാഹിത്യ പുരസ്കാരം. ONV സാഹിത്യ പുരസ്കാരം 2023 ലഭിച്ചത് ആർക്കാണ്?
സി രാധാകൃഷ്ണൻ. ഓടക്കുഴൽ ഗോപാലകൃഷ്ണന് ലഭിച്ചു. എന്നാൽ ONV ഓ രാധാകൃഷ്ണ, മറ്റേ നമ്മുടെ ചാന്തുപൊട്ട് സിനിമയിൽ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരു പേരുണ്ട് അല്ലേ? അപ്പോൾ ആ ഒരു അങ്ങനെ ഒന്ന് ഓർത്ത് കഴിച്ചാൽ മതി. ഓ എന്ന് പറഞ്ഞിട്ട് ഒരു പാട്ടൊക്കെ ഉണ്ടല്ലോ അതിൽ. ഓ ഓമനെ എന്ന് പറഞ്ഞുള്ള ആ പാട്ടുമായിട്ട് ONV രാധാകൃഷ്ണൻ. ONV സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? സി രാധാകൃഷ്ണൻ. സമ്മാനത്തുക എത്രയാണ്? 3 ലക്ഷം രൂപ. എത്രയാണ് സമ്മാനത്തുക? 3 ലക്ഷം രൂപ. ഇനി 2023 ONV സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? സാഹിത്യ പുരസ്കാരമല്ല, സാഹിത്യ യുവ പുരസ്കാരം. യുവാക്കളുടെ ONV സാഹിത്യ യുവ പുരസ്കാരം ലഭിച്ചത് നീതു സി സുബ്രഹ്മണ്യൻ. ഓക്കെ, നീതു സി സുബ്രഹ്മണ്യനും രാഖി ആർ ആചാര്യയ്ക്കും. ഓക്കെ, രാഖി ആർ ആചാരി. അപ്പോൾ ONV സാഹിത്യ പുരസ്കാരം 2023 ലഭിച്ചത് സി രാധാകൃഷ്ണനാണ്. സമ്മാനത്തുക 3 ലക്ഷം രൂപയാണ്. 2023 ONV യുവ സാഹിത്യ പുരസ്കാരം ലഭിച്ചതോ അത് നീതു സി സുബ്രഹ്മണ്യനും രാഖി ആർ ആചാര്യയ്ക്കും. അടുത്തത് പത്മപ്രഭാ പുരസ്കാരം. ഇമ്പോർട്ടൻ്റ് ആണ്. പത്മപ്രഭാ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? സുഭാഷ് ചന്ദ്രൻ. ഓക്കെ, പത്മപ്രഭ. നമ്മുടെ ചന്ദ്രനൊക്കെ നല്ല പ്രഭ ഉണ്ടാവും അല്ലേ? അപ്പം 2023 പ്രീവിയസ് ഇയർ പത്മപ്രഭ നോക്കണ്ട. പത്മപ്രഭ 2023 ലഭിച്ചത് ആർക്കെന്ന് പഠിച്ചു വയ്ക്കുക. നല്ല പ്രഭയുള്ള ചന്ദ്രൻ. ആരാണ്? സുഭാഷ് ചന്ദ്രൻ. അവാർഡ് എത്രയാണ്? അവാർഡ് 75,000 രൂപ. 2023 പത്മപ്രഭാ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? അത് സുഭാഷ് ചന്ദ്രനാണ്. അവാർഡ് എത്ര രൂപയാണ്? 75,000 രൂപയാണ്. 1 ലക്ഷം ഇല്ല, 75,000 രൂപയാണ് പത്മപ്രഭാ പുരസ്കാരം. പ്രഭയുള്ളത് ആർക്കാണ്? ചന്ദ്രനാണ്, സുഭാഷ് ചന്ദ്രൻ. മാതൃഭൂമി സാഹിത്യ പുരസ്കാരം 2022 ലഭിച്ചത് സേതുവിനാണ്. ഓക്കെ, 2022 മാതൃഭൂമി സാഹിത്യ പുരസ്കാരവും ചോദിക്കാറുണ്ട്. അപ്പോൾ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം 2022 ലഭിച്ചത് ആർക്കാണ്? അത് സേതുവിനാണ്. 2020 ലഭിച്ചതോ അത് കെ സച്ചിദാനന്ദൻ. കെ സച്ചിദാനന്ദൻ. സമ്മാനത്തുക 3 ലക്ഷം രൂപ. ഓക്കെ, അപ്പോൾ സമ്മാനത്തുക എത്രയാണ്? 3 ലക്ഷം രൂപ. 2022 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? സേതുവിനാണ്. ഓക്കെ, അപ്പോൾ സേതു എന്താണ്? എപ്പോഴും മാതൃഭൂമി പത്രമൊക്കെ വായിച്ച് പുറത്തിരിക്കുന്ന ഒരാളാണെന്നൊക്കെ ഓർത്തിരിക്കുക. നിങ്ങൾക്കറിയുന്ന ഏതെങ്കിലും സേതു ഒക്കെ ഉണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം 2022 ലഭിച്ചത് സേതുവിനാണ്. 2020 ലഭിച്ചതോ കെ സച്ചിദാനന്ദനാണ്. ഓക്കെ, പി സച്ചിദാനന്ദനല്ല, ആനന്ദ് എന്നറിയപ്പെടുന്ന പി സച്ചിദാനന്ദനാണ്. ഇതാർക്കാണ് 2020 ലഭിച്ചത്? മാതൃഭൂമി സാഹിത്യ പുരസ്കാരം കെ സച്ചിദാനന്ദനാണ്. 2020 കെ സച്ചിദാനന്ദൻ. സമ്മാനത്തുക എത്രയാണ്? 3 ലക്ഷം രൂപ. ഇനി OV വിജയൻ സ്മാരക സാഹിത്യ പുരസ്കാരം 2022 നോവൽ. OV വിജയൻ സ്മാരക സാഹിത്യ പുരസ്കാരം നോവലിന് ലഭിച്ചത് PF മാത്യൂസിനാണ്. ഓക്കെ, അടയാളപ്രേതം എന്നൊരു കൃതിക്ക് PF മാത്യൂസിനാണ് OV വിജയൻ സ്മാരക പുരസ്കാരം. ഓക്കെ, ഇവിടെ നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞത് ONV പുരസ്കാരമാണ് കേട്ടോ. അപ്പോൾ അത് രണ്ടും മാറിപ്പോകരുത്. ONV പുരസ്കാരം സി രാധാകൃഷ്ണനായിരുന്നു. യുവ പുരസ്കാരം നീതു സുബ്രഹ്മണ്യം, രാഖി ആർ ആചാര്യയ്ക്കും. ഇതെന്താണ് നമ്മൾ പറഞ്ഞത്? OV വിജയനാണ്. OV വിജയൻ. അത് OV വിജയൻ എന്താണ്? നോവൽ, കഥ, യുവകഥ എന്നതിനെല്ലാം മാറ്റി മാറ്റി കൊടുത്തിട്ടുണ്ട്. നോവൽ ഏതാണ്? PF മാത്യൂസിനാണ് OV വിജയൻ സ്മാരക സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. അടയാളപ്രേതം എന്ന ആ ഒരു കൃതിക്കാണ് PF മാത്യൂസിന് നോവലിന് സാഹിത്യ പുരസ്കാരം ലഭിക്കുന്നത്. കഥ ആർക്കാണ്? VM ദേവദാസ്. കാടിന് നടുക്കൊരു മരം. കഥ ആർക്കാണ്? VV ദേവദാസ്. കാടിന് നടുക്കൊരു മരം. യുവകഥ. ഓക്കെ, യുവകഥ ആർക്കാണ്? VN നിതിനാണ്. ചാച്ചൻ എന്ന് പറഞ്ഞൊരു നോവലിനാണ്. ചാച്ചൻ. യുവകഥാ പുരസ്കാരം നിധിനാണ്. കഥയ്ക്ക് ആർക്കാണ്? VM ദേവദാസ്. കാടിന് നടുക്കൊരു മരം. നോവലാണെങ്കിലോ PF മാത്യൂസിനാണ്. ഓക്കെ, PF മാത്യൂസ്. അടയാള പ്രേതം. അപ്പോൾ OV വിജയൻ സ്മാരക സാഹിത്യ പുരസ്കാരം കേൾക്കുക. 2022 നോവലിന് ലഭിച്ചത് PF മാത്യൂസ്, അടയാളപ്രേതം. കഥ VM ദേവദാസ്. കാടുവിന് നടുക്കൊരു മരം. യുവ കഥ ആർക്കാണ്? VN നിതിൻ. ചാച്ചൻ എന്നൊരു കൃതിക്കാണ്. അടുത്തത് പ്രഥമ കേരള പുരസ്കാരം 2022.
കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് MT വാസുദേവൻ നായർ. 2022 നമ്മുടെ പത്മശ്രീ, പത്മവിഭൂഷൺ, ഭാരതരത്ന പോലെയൊക്കെ നമ്മുടെ കേരളത്തിനും പുരസ്കാരങ്ങൾ, കേരളത്തിൻ്റെ സ്വന്തം ഏറ്റവും ഉയർന്ന പുരസ്കാരമായിട്ട് പ്രഖ്യാപിച്ചത് കേരള ജ്യോതിയാണ്. അപ്പോൾ ആദ്യത്തെ പ്രഥമ കേരള പുരസ്കാരം നൽകി തുടങ്ങിയ വർഷം 2022 ആദ്യത്തെ കേരള ജ്യോതി പുരസ്കാരം നമ്മുടെ MT അല്ലേ, സുപ്രസിദ്ധ സാഹിത്യകാരനാണ് അദ്ദേഹം, MT വാസുദേവൻ നായർ. അപ്പോൾ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? MT വാസുദേവൻ നായർക്കാണ്. കേരളപ്രഭ മമ്മൂട്ടി. ഓക്കെ, മമ്മൂട്ടി എല്ലാവർക്കും അറിയാം. മമ്മൂട്ടി, ഓംചേരി NN പിള്ള, അടുത്തത് T മാധവ മേനോൻ. ആർക്കൊക്കെയാണ് കേരള പ്രഭ പുരസ്കാരം 2022 ലഭിച്ചത്? മമ്മൂട്ടി, 2 ഓംചേരി NN പിള്ള, മൂന്നാമത്തെ ആള് T മാധവ മേനോൻ. അപ്പോൾ പ്രഥമ കേരള പുരസ്കാരം 2022 ഏറ്റവും ഉയർന്ന പുരസ്കാരമായി അറിയപ്പെടുന്നത് കേരള ജ്യോതി പുരസ്കാരമാണ്. അത് ലഭിച്ചത് MT വാസുദേവൻ നായർക്കാണ്. ഇനി കേരള പ്രഭ പുരസ്കാരം അതിൻ്റെ തൊട്ട് താഴ്ന്ന, ഇപ്പോൾ പത്മവിഭൂഷൺ കഴിഞ്ഞ പത്മഭൂഷൺ എന്ന് പറയില്ലേ, അപ്പോൾ കേരള ജ്യോതി കഴിഞ്ഞിട്ട് വരുന്നത് കേരള പ്രഭയാണ്. അതിലെ മമ്മൂട്ടി, ഓംചേരി NN പിള്ള, T മാധവ മേനോൻ എന്നിവർക്കാണ് കേരള പ്രഭ പുരസ്കാരം ലഭിച്ചത്. ഇനി കേരള ശ്രീ ലഭിച്ചത് ആർക്കൊക്കെയാണ്? സുപ്രസിദ്ധ ഗായികയായ വൈക്കം വിജയലക്ഷ്മി, നമ്മുടെ മജീഷ്യൻ ഗോപിനാഥ് മുതുകാട്, MP പരമേശ്വരൻ, ഡോക്ടർ സത്യഭാമ ദാസ്, കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളി, കാനായി കുഞ്ഞിരാമൻ. ശില്പിയാണ് അല്ലേ കാനായി കുഞ്ഞിരാമൻ, പ്രശസ്തനായിട്ടുള്ള ആ ഒരു എന്താ പറയുക വ്യവസായിയാണ് കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളി അല്ലേ. അപ്പോൾ ആരൊക്കെയാണ്? വൈക്കം. കേരളശ്രീ എത്ര പേർക്ക് ലഭിച്ചു? 6 പേർക്ക്. വൈക്കം വിജയലക്ഷ്മി, ഗോപിനാഥ് മുതുകാട്, MP പരമേശ്വരൻ, ഡോക്ടർ സത്യഭാമാദാസ്, കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളി, കാനായി കുഞ്ഞിരാമൻ. പ്രശസ്തനായ ശില്പിയാണ് കാനായി കുഞ്ഞിരാമനൊക്കെ കേട്ടോ. ഇനി കേരള പുരസ്കാരത്തിൻ്റെ മൊമെൻറ്റോ രൂപകൽപ്പന ചെയ്തത് ആരാണ്? ഗോഡ്ഫ്രേ ദാസ് ആണ് കേട്ടോ. ഗോഡ്ഫ്രേ ദാസ്. ഓക്കെ, ഗോഡ്ഫ്രേ ദാസ് ആണ് കേരള പുരസ്കാരത്തിൻ്റെ മൊമെൻറ്റോ രൂപകൽപ്പന ചെയ്തത്. അപ്പോൾ കേരളത്തിൻ്റെ ഏറ്റവും ഉയർന്ന പുരസ്കാരമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത് കേരള ജ്യോതിയാണ്. ആദ്യത്തെ കേരള ജ്യോതി പുരസ്കാരം 2022 ലഭിച്ചത് MT വാസുദേവൻ നായർ. ഇനി കേരള പ്രഭ പുരസ്കാരം ലഭിച്ച 3 ആൾക്കാരുണ്ട്. കേരള ജ്യോതി കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള പുരസ്കാരം, തൊട്ട് താഴെയുള്ള പുരസ്കാരമാണ് കേരള പ്രഭ. ആർക്കൊക്കെ ലഭിച്ചു? മമ്മൂട്ടി, ഓംചേരി NN പിള്ള, T മാധവ മേനോൻ. ഇനി കേരള ശ്രീ പുരസ്കാരം ലഭിച്ചത് ആർക്കൊക്കെയാണ്? വൈക്കം വിജയലക്ഷ്മി, ഗോപിനാഥ് മുതുകാട്, MP പരമേശ്വരൻ, ഡോക്ടർ സത്യഭാമ ദാസ്, കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളി, കാനായി കുഞ്ഞിരാമൻ. ഇനി കേരള പുരസ്കാരത്തിൻ്റെ മൊമെൻറ്റോ രൂപകൽപ്പന ചെയ്തത് ആരാണ്? അത് ഗോഡ്ഫ്രേ ദാസ് ആണ്. ആരാണ്? ഗോഡ്ഫ്രേ ദാസ്. അടുത്തത് കേരള പുരസ്കാരം 2023. 2022 ഒന്നാമത്തെ കേരള പുരസ്കാരത്തിന് ശേഷം 2023 പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരള പുരസ്കാരത്തിൻ്റെ ഏറ്റവും ഉയർന്ന പുരസ്കാരം 2023 കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? പ്രശസ്ത സാഹിത്യകാരനായ T പത്മനാഭനാണ്. ഓക്കെ, കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? T പത്മനാഭൻ. കേരള പ്രഭ ആർക്കാണ് ലഭിച്ചത്? നമ്മുടെ ആദ്യത്തെ വനിതാ ജഡ്ജായിരുന്ന ജസ്റ്റിസ് M ഫാത്തിമ ബീവി. ഈ അടുത്ത് അന്തരിച്ചിരുന്നു അല്ലേ, ജസ്റ്റിസ് M ഫാത്തിമ ബീവിക്കും സൂര്യ കൃഷ്ണമൂർത്തിക്കും. ആർക്കൊക്കെയാണ്? ജസ്റ്റിസ് M ഫാത്തിമ ബീവി, സൂര്യ കൃഷ്ണമൂർത്തി. ആർക്കൊക്കെയാണ് കേരള പ്രഭ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്? ജസ്റ്റിസ് M ഫാത്തിമ ബീവി, സൂര്യ കൃഷ്ണമൂർത്തി. ഇനി കേരളശ്രീ ലഭിച്ചത് ആർക്കൊക്കെയാണ്? പുനലൂർ സോമരാജൻ, രവി DC, പണ്ഡിറ്റ് രമേശ് നാരായണൻ, VP ഗംഗാധരൻ, KM ചന്ദ്രൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ കേരള ശ്രീ പുരസ്കാരങ്ങൾ ആർക്കൊക്കെ ലഭിച്ചു? പുനലൂർ സോമരാജൻ, രവി DC, പണ്ഡിറ്റ് രമേശ് നാരായണൻ, VP ഗംഗാധരൻ, KM ചന്ദ്രശേഖർ. 5 പേർക്കാണ് കേരളശ്രീ ലഭിച്ചത്. ആ പേരൊന്ന് ജസ്റ്റ് ഒന്ന് ഫെമിലറൈസ് ചെയ്ത് വെക്കുക, അത്രയേ ഉള്ളൂ. ആർക്കൊക്കെയാണ്? പുനലൂർ സോമരാജൻ, രവി DC, പണ്ഡിറ്റ് രമേശ് നാരായണൻ, VP ഗംഗാധരൻ, MK ചന്ദ്രശേഖർ. ഓക്കെ, കേരള ജ്യോതി പുരസ്കാരം ഒരിക്കലും മറക്കരുത്, 2023 ലഭിച്ചത് ആർക്കാണ്? T പത്മനാഭൻ. 2022
നമ്മുടെ MTക്കായിരുന്നു. കേരള പ്രഭ പുരസ്കാരം 2 പേർക്കാണ് ലഭിച്ചത്. ജസ്റ്റിസ് M. ഫാത്തിമ ബീവി ഈ അടുത്ത് അന്തരിച്ചിരുന്നു. നമ്മുടെ കേരള ഹൈക്കോടതിയിലെ ആദ്യത്തെ വനിതാ ജഡ്ജ് എന്നൊരു പദവി അലങ്കരിച്ചിരുന്ന ആളാണ്. സുപ്രീം കോടതിയിലെ ആദ്യത്തെ വനിതാ ജഡ്ജായിരുന്നു അല്ലേ. അപ്പോൾ സൂര്യ കൃഷ്ണമൂർത്തി ഇവർക്കാണ്, ജസ്റ്റിസ് M. ഫാത്തിമ ബീവിക്കും സൂര്യ കൃഷ്ണമൂർത്തിക്കുമാണ് കേരള പ്രഭ പുരസ്കാരം ലഭിച്ചത്. കേരള ശ്രീ ആണെങ്കിലോ പുനലൂർ സോമരാജൻ, രവി DC, പണ്ഡിറ്റ് രമേശ് നാരായണൻ, VP ഗംഗാധരൻ, KM ചന്ദ്രശേഖർ. ഇനി കേരള സ്റ്റേറ്റ് ആർട്സ് അവാർഡ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. JC ഡാനിയൽ പുരസ്കാരം 30ാമത്തെ JC ഡാനിയൽ പുരസ്കാരം 2022 ലഭിച്ചത് ആർക്കാണ്? TV ചന്ദ്രൻ. ഓക്കെ, 30ാമത്തെ JC ഡാനിയൽ പുരസ്കാരം 2022 ലഭിച്ചത് ആർക്കാണ്? TV ചന്ദ്രനാണ്. പുരസ്കാര തുക എത്രയാണ്? നമുക്കറിയാം, സിനിമാ രംഗത്ത് കേരളത്തിൽ നൽകുന്ന ഏറ്റവും ഉയർന്ന പുരസ്കാരമാണ് JC ഡാനിയൽ പുരസ്കാരം അല്ലേ. മലയാള സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? JC ഡാനിയലാണ്. ഓക്കെ, 30ാമത്തെ JC ഡാനിയൽ പുരസ്കാരം 2022 JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? TV ചന്ദ്രൻ. എത്രയാണ് സമ്മാനത്തുക? പുരസ്കാര തുക 5 ലക്ഷം രൂപ. എത്രയാണ്? 5 ലക്ഷം രൂപയാണ് പുരസ്കാര തുക. ഇനി 29ാമത് 2021 ജേതാവ് ആരാണ്? KP കുമാരൻ. 2022 30ാമത്തെ JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് TV ചന്ദ്രൻ. 29 KP കുമാരനാണ് 2021 ലഭിച്ചിരിക്കുന്നത്. 2020 ആർക്കാണ്? P ജയചന്ദ്രൻ. ഇത് മൂന്നും പഠിച്ചു വെച്ചിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് 2022 ആർക്കാണ്? TV ചന്ദ്രൻ. TV അല്ലേ വേണ്ടത്? അപ്പോൾ സിനിമയായിട്ട് ബന്ധപ്പെട്ട പുരസ്കാരമാണ് അല്ലേ. അപ്പോൾ ഒരു TVക്ക് തന്നെയാണ് ഇപ്പോൾ 2022 കൊടുത്തിരിക്കുന്നത് ഓർക്കാം. TV ചന്ദ്രൻ 2022. പുരസ്കാര തുക 5 ലക്ഷം രൂപ. 29ാമത്തെ 2021 ജേതാവ് ആരാണ്? അത് KP കുമാരനാണ്. 2020 അത് P ജയചന്ദ്രൻ. അടുത്തത് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം 2022. വിശിഷ്ടാംഗത്വം ലഭിച്ചത് ആർക്കൊക്കെയാണ്? ഡോക്ടർ MM ബഷീറിനും N പ്രഭാകരനും. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങളിൽ ഡോക്ടർ MM ബഷീറിനും N പ്രഭാകരനുമാണ് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം വിശിഷ്ടാംഗത്വം ലഭിച്ചത്. കവിത NG ഉണ്ണികൃഷ്ണനാണ്. കടലാസ് വിദ്യ എന്നൊരു കവിതയ്ക്കാണ് NG ഉണ്ണികൃഷ്ണന് കവിതയ്ക്ക് ലഭിച്ചത്. ഓക്കെ, അപ്പം കടലാസ് വിദ്യ എന്ന കവിതയ്ക്ക് NG ഉണ്ണികൃഷ്ണനാണ് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നൽകിയത്. അടുത്തത് നോവൽ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നോവൽ ആർക്കാണ് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത്? V ഷിനിലാലാണ്. സമ്പർക്ക ക്രാന്തി. ഓക്കെ, നോവൽ ആർക്കാണ്? V ഷിനിലാൽ. ഓക്കെ, ഏത് നോവലിനാണ്? സമ്പർക്ക ക്രാന്തി എന്ന നോവലിനാണ് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരത്തിൽ നോവൽ വിഭാഗത്തിന് നൽകിയത്. ചെറുകഥ PF മാത്യൂസിനാണ്. മുഴക്കം, ചെറിയൊരു പേരല്ലേ, അപ്പോൾ ആ ഒരു ചെറുകഥയ്ക്ക് PF മാത്യൂസിനാണ് മുഴക്കം എന്ന ആ ഒരു ചെറുകഥയ്ക്കാണ് PF മാത്യൂസിന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത്. ഇനി നാടകമാർക്കാണ്? എമിൽ മാധവി. കുമരു എന്ന ആ ഒരു നാടകത്തിന് എമിൽ മാധവിക്കാണ് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം 2022 ലഭിക്കുന്നത്. അപ്പോൾ വിശിഷ്ടാംഗത്വം ലഭിച്ചത് ആർക്കാണ്? ഡോക്ടർ MM ബഷീറിനും N പ്രഭാകരനും. കവിത NG ഉണ്ണികൃഷ്ണൻ്റെ കടലാസ് വിദ്യ. കടലാസിലല്ലേ നമ്മൾ കവിതയൊക്കെ എഴുതി ചെറിയ വിദ്യയൊക്കെ കാണിക്കുന്നത്. നോവല് V ഷിനിലാലാണ്. സമ്പർക്ക ക്രാന്തി. നോവൽ ആരാണ്? V ഷിനിലാൽ. സമ്പർക്ക ക്രാന്തി. ചെറുകഥ PF മാത്യൂസ് ആണ്. മുഴക്കം. ഓക്കെ, ചെറിയ മുഴക്കമുണ്ടെന്ന് ഓർക്കുക. ചെറുകഥ PF മാത്യൂസ് മുഴക്കം. നാടകം എമിൽ മാധവി കുമരു. ഓക്കെ, നാടകം ആർക്കാണ്? ഒരു കുമാരൻ്റെ നാടകമാണ്. എമിൽ മാധവി കുമരു. അടുത്തത് യാത്രാ വിവരണം ലഭിച്ചത് C അനൂപിനാണ്. ദക്ഷിണാഫ്രിക്കൻ യാത്രാ പുസ്തകം. ഓക്കെ, C അനൂപിനാണ് യാത്രാ വിവരണം. അതുപോലെ ഹരിത സാവിത്രിക്ക് മുറിവേറ്റവരുടെ ഹരിത സാവിത്രി. ഓക്കെ, ഹരിത സാവിത്രിക്കും യാത്രാ വിവരണത്തിന് നമ്മുടെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിരുന്നു. C അനൂപ്, നമ്മുടെ അനൂപ് മേനോൻ ഒരുപാട് യാത്രയൊക്കെ നടത്തുന്നതാണ്, അതൊന്നും ഓർത്ത് വയ്ക്കുക. അപ്പോൾ യാത്രാ വിവരണം കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് ആർക്കാണ്? C അനൂപ്. ദക്ഷിണാഫ്രിക്കൻ യാത്രാ പുസ്തകം. ഹരിത സാവിത്രി ആരാണ്? മുറിവേറ്റവരുടെ പാതകൾ. വിവർത്തനം P രവികുമാറാണ്.
ബോദ്ലർ. ഓക്കെ, ബോദ്ലേർ എന്ന് പറഞ്ഞൊരു പുസ്തകത്തിൻ്റെ വിവർത്തനത്തിന് പി രവികുമാറിനാണ് ലഭിച്ചത്. ബാലസാഹിത്യമാണെങ്കിലോ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമുള്ള ഒരു സാധനമാണ് അല്ലേ, ചക്കര മാമ്പഴം. ഡോക്ടർ കെ ശ്രീകുമാർ. ഓക്കെ, ഡോക്ടർ കെ ശ്രീകുമാറിന് ചക്കര മാമ്പഴം എന്ന പുസ്തകത്തിനാണ് ബാലസാഹിത്യത്തിനുള്ള അവാർഡ് ലഭിച്ചത്. അപ്പോൾ യാത്രാവിവരണത്തിന് കേരള സാഹിത്യ അവാർഡ് ലഭിച്ചത് ആർക്കൊക്കെയാണ്? സി അനൂപ്. ദക്ഷിണാഫ്രിക്കൻ യാത്രാ പുസ്തകം ഹരിത സാവിത്രി മുറിവേറ്റവരുടെ പാതകൾ. ഹരിത സാവിത്രിക്ക് ആർക്കാണ്? മുറിവേറ്റവരുടെ പാതകൾ. ആ ഒരു പാത യാത്രാവിവരണം എന്നൊക്കെ ഓർത്ത് വയ്ക്കുക അല്ലേ. അപ്പം വിവർത്തനത്തിന് നമ്മുടെ ബോദ്ലർ എന്ന് പറഞ്ഞൊരു കഥയുടെ പി രവികുമാറിനാണ്. ബാലസാഹിത്യം ഡോക്ടർ കെ ശ്രീകുമാർ, ചക്കര മാമ്പഴം. അപ്പം അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹരിവരാസനം പുരസ്കാരം. അപ്പോൾ ഹരിവരാസനം പുരസ്കാരം സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ. അപ്പം 2024 ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് വീരമണി ദാസൻ. 2023 ശ്രീകുമാരൻ തമ്പി. 2022 ആലപ്പി രംഗനാഥ്. 2021 വീരമണി രാജു. 2020 ഇളയരാജ. സമ്മാനത്തുക എത്രയാണ്? 1,00,000 രൂപ. അപ്പോൾ ഇത്രയും ഇയേഴ്സും ആൾക്കാരുടെ പേര് ഓർമ്മിക്കണം എന്നുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ചെറിയൊരു കോഡിലൂടെ പഠിക്കാം. ഓക്കെ, ഹരി ഇളയ മകൻ വീരനായ രാജുവിനോട് ആലപ്പിയിൽ ചെന്ന് ശ്രീകുമാരനെ കണ്ട് വീരമണിദാസനാവാൻ പറഞ്ഞു. ഇതാണ് കോഡ്. ഓക്കെ, എന്താണ്? ഹരി ഇളയ മകൻ വീരനായ രാജുവിനോട് ആലപ്പിയിൽ ചെന്ന് ശ്രീകുമാരനെ കണ്ട് വീരമണിദാസനാവാൻ പറഞ്ഞു. അപ്പം ഹരി എന്നുള്ളതിൽ നിന്ന് നമുക്ക് ഹരിവരാസനം പുരസ്കാരം എന്നറിയാം. ഓക്കെ, ഇളയ മകൻ 2020 ലഭിച്ചത് ആർക്കാണ്? ഇളയ രാജ, വീരനായ രാജു, വീരമണി രാജു ആണ് 2021 ഹരിവരാസനം പുരസ്കാരം. ആലപ്പിയിൽ ചെന്ന്, ആലപ്പി രംഗനാഥാണ് 2022. ആലപ്പി രംഗനാഥ് 2022. ശ്രീകുമാരനെ കണ്ട് 2023 ശ്രീകുമാരൻ തമ്പി. വീരമണിദാസനാവാൻ പറഞ്ഞു. വീരമണിദാസൻ 2024. അപ്പോൾ നമ്മുടെ കോഡ് എന്താണ്? ഹരിവരാസനം പുരസ്കാരമാണ്. 2024 വീരമണിദാസൻ, 23 ശ്രീകുമാരൻ തമ്പി, 22 ആലപ്പി രംഗനാഥ്, 21 വീരമണി രാജു, 2020 ഇളയരാജ. സമ്മാനത്തുക എത്രയാണ്? 1,00,000 രൂപ. ഇതിൻ്റെ കോഡ് എന്താണ്? ഹരി ഇളയ മകൻ വീരനായ രാജുവിനോട് ആലപ്പിയിൽ ചെന്ന് ശ്രീകുമാരനെ കണ്ട് വീരമണിദാസനാവാൻ പറഞ്ഞു. ഓക്കെ, അപ്പം 2020 ഇളയ രാജ, 2021 വീരമണി രാജു, 2022 ആലപ്പി രംഗനാഥ്, 2023 ശ്രീകുമാരൻ തമ്പി, 2024 വീരമണി ദാസൻ. ഇനി കഥകളി പുരസ്കാരം. 2022 കഥകളി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? അത് കലാമണ്ഡലം രാം മോഹൻ. ഓക്കെ, 2021 കലാനിലയം രാഘവൻ. ഓക്കെ, അപ്പോൾ നമുക്കറിയാം 2022, 23 ആയപ്പോഴത്തേക്കും നമ്മുടെ രാം മന്ദിരം ഒക്കെ, അയോധ്യയിലെ രാം മന്ദിരമൊക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആയിട്ട് വന്നിരുന്നു അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ 2022 അതുമായിട്ടൊന്ന് രാമിനെ ഒന്ന് കണക്ട് ചെയ്ത് വെക്കുക. 2022 കഥകളി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? കലാമണ്ഡലം രാംമോഹനാണ്. 2021 ലഭിച്ചതോ? അത് കലാനിലയം രാഘവൻ. ആർക്കാണ്? 2021 ലഭിച്ചത് കലാനിലയം രാഘവൻ. സംസ്ഥാന ഭക്ഷ്യ കമ്മീഷന്റെ പ്രഥമ ഭക്ഷ്യഭദ്രതാ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ചെറുവയൽ കെ രാമൻ. 2023 പത്മശ്രീ ലഭിച്ച ആളാണ് അല്ലേ ചെറുവയൽ കെ രാമൻ. വയനാട്ടിലെ കർഷകനാണെന്ന് ഞാൻ പറഞ്ഞു. വയോജന പുരസ്കാരം ലഭിച്ചതും ആർക്കാണ്? നമ്മുടെ ചെറുവയൽ കെ രാമനായിരുന്നു. നമ്മൾ മുമ്പ് പഠിച്ചു അല്ലേ. അപ്പം സംസ്ഥാന ഭക്ഷ്യ കമ്മീഷന്റെ പ്രഥമ ഭക്ഷ്യഭദ്രതാ പുരസ്കാരം ലഭിച്ചതും ആർക്കാണ്? അത് ചെറുവയൽ കെ രാമനാണ്. എത്രയാണ് സമ്മാനത്തുക? 11,111 രൂപ. 5 ഒന്നുകൾ അല്ലേ. 11,111 രൂപയാണ് ഭക്ഷ്യഭദ്രതാ പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക. ഇനി 2023 ഞാൻ പറഞ്ഞു അല്ലേ, പത്മശ്രീ ജേതാവായിരുന്നു ആര്? ചെറുവയൽ കെ രാമൻ. ചെറുവയൽ കെ രാമൻ 2023 പത്മശ്രീ ജേതാവായിരുന്നു. അടുത്തത് നമ്മുടെ വള്ളംകളിയിൽ 69ാമത്തെ നെഹ്റു ട്രോഫി വള്ളം കളി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? വിയ്യാപുരം ചുണ്ടൻ. ആരാണ് ജേതാക്കളായത്? വിയ്യാപുരം ചുണ്ടനാണ് 69ാമത്തെ നെഹ്റു ട്രോഫി വള്ളംകളിയിൽ ജേതാക്കളായത്. ഇനി 68ാമത്തെ 2022 നെഹ്റു ട്രോഫി വള്ളംകളിയിൽ ജേതാക്കളായത് ആരാണ്? മഹാദേവിക്കാട് കാട്ടിൽ തേക്കതിൽ ചുണ്ടൻ.
മഹാദേവിക്കാട് കാട്ടിൽ തേക്കതിൽ ചുണ്ടനാണ് 68ാമത് 2022 നെഹ്റു ട്രോഫി വള്ളംകളിക്ക് വിജേതാവായത്. അപ്പോൾ ഓർത്തിരിക്കുക, 2022 കഥകളി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? കലാമണ്ഡലം രാംമോഹൻ. 2021 കലാനിലയം രാഘവൻ. സംസ്ഥാന ഭക്ഷ്യ കമ്മീഷന്റെ പ്രഥമ ഭക്ഷ്യഭദ്രതാ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? അത് ചെറുവയൽ കെ രാമൻ. ഇനി സമ്മാന തുക എത്രയാണ് ഭക്ഷ്യഭദ്രതാ പുരസ്കാരത്തിന്റെ? 11,111 രൂപ. 2023 ലഭിച്ച പത്മശ്രീ അവാർഡ് ലഭിച്ച ആളാണ് ആര്? ചെറുവയൽ കെ രാമൻ. 69ാമത്തെ നെഹ്റു ട്രോഫി വള്ളംകളിയുടെ പുരസ്കാരം അല്ലെങ്കിൽ ജേതാവായ ആൾ ഏത് ചുണ്ടനാണ്? വിയാപുരം ചുണ്ടൻ. ഇനി 68ാമത്തെ 2022 നെഹ്റു ട്രോഫി വള്ളംകളി പുരസ്കാരം നേടിയത് ആരാണ്? മഹാദേവിക്കാട് കാട്ടിൽ തേക്കതിൽ ചുണ്ടൻ. ഇത് ചോദിച്ചിട്ടുണ്ട്, മഹാദേവിക്കാട് കാട്ടിൽ തേക്കതിൽ ചുണ്ടൻ. ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്. അതുകൊണ്ട് തന്നെ 69ാമത്തെ നെഹ്റു ട്രോഫി വള്ളംകളി ജേതാവും പഠിച്ചിരിക്കുക, വിയാപുരം ചുണ്ടൻ. ഓക്കെ, അപ്പോൾ കേരള സാഹിത്യ പുരസ്കാരങ്ങൾ ഇന്നിവിടെ അവസാനിക്കുകയാണ്. അടുത്ത് നമുക്ക് കേന്ദ്ര സാഹിത്യ പുരസ്കാരങ്ങളും മറ്റുമായിട്ടുള്ള ഒരു കറണ്ട് അഫയേഴ്സ് മറ്റൊരു ക്ലാസ്സിൽ എടുക്കാം. അപ്പോൾ ബൈ.